Hi everyone, welcome to Chemistry Tips. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം ജൂൺ 13-നാണ്. അതുകൊണ്ട് പോർഷൻ ക്ലാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ കുറച്ച് ഡിലേ ആയി വീഡിയോ. ഇനി കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. കാരണം നമ്മുടെ സാനിറ്ററിയുടെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഈ ആഴ്ച മുതൽ അവർക്ക് റിവിഷനാണ്. ഈ വീക്കിലൊക്കെ റിവിഷൻ നടക്കുകയാണ്. അപ്പോൾ അവരുടെ പഠിക്കലൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ മൊഡ്യൂളും സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 3 മൊഡ്യൂൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിയാണ്. അതിൽ വരുന്നത് ആസിഡ് ബേസ് കെമിസ്ട്രി, സൊല്യൂഷൻസ്, ആനിക് ഇക്വിലിബ്രിയ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്സ്, ഇത്രയും ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ പ്രൊപ്പോസ്ഡ് ionic theory of acids and bases? Options: Arrhenius, Bronsted, Lewis, Lowry. ഇതിലാരാണ് അയണിക് തിയറി ഓഫ് ആസിഡ് ആൻഡ് ബേസസ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെ ഈസിയായി പറയാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അരീനിയസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അരീനിയസ് തിയറി എന്ന് നമുക്കൊന്ന് നോക്കാം. അറിയാവുന്ന കാര്യമാണ്. അരീനിയസ് തിയറി പ്രകാരം ഒരു ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഫോംസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് ഫോം ചെയ്യുന്നത് ആസിഡും, അതുപോലെ തന്നെ ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് OH- അയോൺസ് കിട്ടുവാണെങ്കിൽ അത് ബേസുമാണ്. അപ്പോൾ H+ അയോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ സബ്സ്റ്റൻസ് അതിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് ഫോം ചെയ്യുന്നത് ആസിഡും OH- അയോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ബേസുമാണ്. ദാറ്റ് ഈസ് അരീനിയസ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, ലൂയിസ് തിയറി. ഇതനുസരിച്ച് എൻ ആസിഡ് ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയേഴ്സ്. ഇലക്ട്രോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ആസിഡാണ്. അതുപോലെ തന്നെ എ ബേസ് ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ പെയേഴ്സ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാണ് ഇലക്ട്രോൺ പെയേഴ്സ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ആളാണ് ബേസ് എന്ന് പറയുന്നത്. ആസിഡ് എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യും. ബേസ് ആണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ബേസ്. അത് ഏത് തിയറി പ്രകാരമാണ്? ലൂയിസ് തിയറി അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി തിയറി. ഇതനുസരിച്ച് എൻ ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ, എ ബേസ് ഈസ് എ പ്രോട്ടോൺ ആക്സെപ്റ്റർ. അതായത് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഈ ആസിഡ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല പേരിലും പല ടേംസിലും പറഞ്ഞാലും കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ നോക്കുക, ആസിഡ് എന്ന് പറയുമ്പോൾ H+ അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസോസിയേറ്റ് ചെയ്യുക തന്നെയാണ് അല്ലേ. അത് H+ അയോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, H+ അല്ല. പോസിറ്റീവ് ചാർജ് അല്ല, നെഗറ്റീവിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടോ പ്രോട്ടോൺ ഡോണർ എന്ന് പറയുന്നത് വീണ്ടും അവിടെ H+ അയോൺസിനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ H+ അയോൺസിനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആണ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തിരിച്ച് നമുക്ക് ബേസിനെ പറയാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും പല പേരിലാണെങ്കിലും കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. എങ്കിലും നമുക്ക് ചോദിക്കാറുണ്ട് ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടും പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ടും H+ അയോണിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലൂയിസ് ആസിഡ്? ഓപ്ഷൻസ്: BF3, B, PH3, CO. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ലൂയിസ് ആസിഡ് എന്നറിയണം. എന്നാലാണ് ഇതിലേതാണ് ലൂയിസ് ആസിഡിന് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ലൂയിസ് തിയറി പ്രകാരം ആസിഡ് എന്താണ്? ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആണ്. ഇലക്ട്രോൺ പെയർ ഡൊണേഴ്സ് വൈൽ ഇലക്ട്രോൺ പെയർ ഡൊണേഴ്സ് ആർ ടേംഡ് ആസ് ലൂയിസ് ബേസ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ബേസും ആണ്, ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ആസിഡും ആണ്. ഓക്കെ അല്ലേ. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? AlCl3,
FeCl3, BF3. ഇവരുടെ പ്രത്യേകത ഇപ്പോൾ ബോറോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലുമിനിയം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്തിനാണ് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്റ്റേബിൾ ആവണം എന്നാണ് അല്ലേ? നമ്മളും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ബോറോൺ എടുത്തു കഴിഞ്ഞാൽ ബോറോൺ എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇലക്ട്രോൺ പെയർസിനെ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇതൊരു ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് AlCl3 ആണെങ്കിലും FeCl3 ആണെങ്കിലും ഏതെങ്കിലും ഓർബിറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിലോട്ടാണ് ഇലക്ട്രോൺസ് വരുന്നത്. ചിലപ്പോൾ ഡി ഓർബിറ്റലായിരിക്കാം, പി ആയിരിക്കാം, മനസ്സിലായോ? അപ്പോൾ അതിലോട്ടാണ് ഇലക്ട്രോൺ പെയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അത് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൂയിസ് ആസിഡ് എന്താണ്, തിയറി എന്താണ്, അതുപോലെ എക്സാമ്പിൾസ് എന്താണെന്നൊക്കെ നോക്കിയല്ലേ. ഈ ലൂയിസ് ആസിഡിൻ്റെ പ്രത്യേകത ഇവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഒക്റ്ററ്റ് ഫുൾഫില്ലായിട്ട് ഇരിക്കുകയല്ല, അവർക്ക് ഇലക്ട്രോൺ പെയർസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് താല്പര്യം ഉണ്ടാവുക. വേറൊരു കാര്യം ചോദിക്കാറുണ്ട്, ഇത് ഏത് ടൈപ്പാണെന്ന്. ഇലക്ട്രോഫിലിക് ആയിരിക്കും. ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രോഫിലിക് ഇൻ നേച്ചർ. എന്താ ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്നത്. ഫൈൽ എന്ന് പറയുന്നത് ലവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്ന ആളാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞു. ആ ഈ എക്സാമ്പിൾസ് വ്യക്തമായിട്ട് ഇപ്പോൾ ആസിഡിനെ പറയുകയാണെങ്കിൽ അവരുടെ പ്രത്യേകത ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് H+, അതുപോലെ H3O+, CH3+, NO+, ഇതൊക്കെ ലൂയിസ് ആസിഡിന് എക്സാമ്പിളായിട്ട് പറയാം. ഇവർക്കൊക്കെ പോസിറ്റീവ് ചാർജാണ്. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ നമുക്ക് AlCl3, FeCl3, BF3 ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ടാണ് വരുന്നത്. ഇനി ലൂയിസ് ബേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും അവർക്ക് അല്ലേ. അതുപോലെ കൂടുതലായിട്ടാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക, എക്സസീവ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് നല്ല താല്പര്യം ഉണ്ടായിരിക്കും. ലോൺ പേയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അവരുടെ നേച്ചർ ഏതായിരിക്കും? ന്യൂക്ലിയോഫിലിക് ഇൻ നേച്ചർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആസിഡ്സിൻ്റെ കേസിൽ പോസിറ്റീവ് ആണെങ്കിൽ ലൂയിസ് ബേസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം. ആസിഡ് ആയിരുന്നപ്പോൾ എങ്ങനെയാണ്? ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ന്യൂട്രൽ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ലൂയിസ് ബേസ് ആണെങ്കിൽ നെഗറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ലൂയിസ് ബേസിന് എക്സാമ്പിളായിട്ട് Cl-, F-, Cn- അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൂയിസ് ആസിഡിനെ കുറിച്ചും ലൂയിസ് ബേസിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Colligative property of a solution depends on the options: nature of solvent particle, number of solute particle, nature of solute particle, physical property of solute particle. അപ്പം വളരെ വ്യക്തമായിട്ട് അറിയണം എന്താണ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? പലതവണ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണ്? പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ദ വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, എലിവേഷൻ ഓഫ് ദ ബോയിലിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഇതിൽ ഓസ്മോട്ടിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നല്ലോണം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഭാഗം കുറച്ചും കൂടി നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following colligative property is used to determine the molecular mass of egg albumin accurately? Options: osmotic pressure, elevation of boiling point, depression of freezing point, relative lowering of vapor pressure. ഏതാണെന്നറിയാവോ? ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് മോളിക്കുലാർ മാസ് ഓഫ് എഗ് ആൽബുമിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. ഈ മെഷർമെൻറ്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മൊളാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ
പറയുന്നത്. മൊളാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എഗ് ആൽബുമിൻ്റെ കേസിൽ നമ്മൾ ഈ ഓസ്മോട്ടിക് പ്രഷറാണ് എടുക്കുന്നത്. ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് യൂസസ് മൊളാരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വെറും ബോയിലിംഗ് പോയിൻറ്റ്, ഫ്രീസിങ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ തെറ്റാണ്. കറക്റ്റായിട്ട് തന്നെ പറയണം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് ഡിപ്രഷൻ ആണോ എലിവേഷൻ ആണോ എന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണം. അപ്പം വെറുതെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്? ഓപ്ഷൻസ്: കാൽസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, എത്തനോയിക് ആസിഡ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റ്? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ നമുക്ക് എത്തനോയിക് ആസിഡ് പറയാം. എത്തനോയിക് ആസിഡാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത? അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? ഈ സൊല്യൂഷനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? അയോൺസും ഉണ്ടായിരിക്കും, മോളിക്യൂൾസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റും ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യലി അയണൈസ് ഇൻ വാട്ടർ, വൈൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിരിക്കും. അതുപോലെ വീക്ക് ആസിഡ്സ്, വീക്ക് ബേസ് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് അസിറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഇതൊക്കെ വീക്ക് ആസിഡുകളാണ് അല്ലേ. വീക്ക് ആസിഡൊക്കെ എന്തിന് എക്സാമ്പിളാണ്? വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വീക്ക് ബേസുകളും വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ അമോണിയ, അതുപോലെ ഫോസ്ഫോറിക് ആസിഡ്, ഇതെല്ലാം തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എൻട്രോപ്പി? ഓപ്ഷൻസ്: എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദ net work done by a system. Entropy is a measure of the heat transfer of energy into a system. Entropy is a measure of the disorder of the system. Entropy is a measure of the potential energy of a system. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിസോർഡർ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ്സിൽ കുട്ടികൾ അങ്ങിങ്ങായി ഒരു ഓർഡർ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഡിസോർഡർ എന്ന് പറയും അല്ലേ. അതാണ് നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദ ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. ഡിസോർഡർ എന്ന് കേട്ടാലേ നിങ്ങൾ ഓർക്കണം അത് എൻട്രോപ്പിയാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. എൻട്രോപ്പി നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റ് എക്സ്ചേഞ്ച്ഡ് ആണ്. അതുപോലെ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ച്ഡ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇനി എൻട്രോപ്പിയുടെ കേസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ ആണ് കേട്ടോ, മറക്കരുത്. എൻട്രോപ്പിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ കെൽവിൻ ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് എൻട്രോപ്പി. പിന്നെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസോർഡർ, അതാണ്. ഇപ്പോൾ ഹയർ ദ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അത്രയും ഡിസോർഡർ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് എലമെൻ്ററി റിയാക്ഷൻ ഈസ് NH4NO2 gives N2 + 2H2O. ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ മോളിക്കുലാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 0, 1, 2, 3. അപ്പോൾ എങ്ങനെ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാം? മോളിക്കുലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ ഒരൊറ്റ ആളാണ് റിയാക്റ്റൻ്റ് ആയിട്ടുള്ളത് അല്ലേ. ഇത് നമ്മുടെ റിയാക്റ്റൻറ്റും ഇത് നമ്മുടെ പ്രോഡക്ട്സും ആണ്. ഈ റിയാക്റ്റൻറ്റിൽ എത്ര എണ്ണം ഉണ്ട്? ഒറ്റ റിയാക്റ്റൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിമോളിക്കുലാർ റിയാക്ഷനാണ്. മാത്രമല്ല ഇതിൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. മോളിക്കുലാരിറ്റി എന്താണ്? 1. ഒരെണ്ണം. ഇപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിലോ മോളിക്കുലാരിറ്റി 2 ആയേനെ. പക്ഷെ ഒരെണ്ണേ ഉള്ളൂ. അല്ലെങ്കിൽ 2 ആൾ തമ്മിൽ, ഇപ്പോൾ 2 എണ്ണം തമ്മിലുള്ള അഡീഷനാണ് കാണിക്കുന്നതെങ്കിലും മോളിക്കുലാരിറ്റി കൂടും. പക്ഷേ ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ നമ്മുടെ റിയാക്റ്റൻറ്റ് സൈഡിൽ. അതിന് പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല, ആകെ 1 ആണ് അല്ലേ. സോ നമ്മുടെ മോളിക്കുലാരിറ്റി എന്താണ്? 1 ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു യൂണി മോളിക്കുലാർ റിയാക്ഷൻ ആണ്. ഇപ്പോൾ മോളിക്കുലാരിറ്റി 2 ആണെങ്കിലോ ബൈ മോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയാം.
അപ്പോൾ ഈ ഓർഡറും മോളിക്കുലാരിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് മോളിക്കുലാരിറ്റി. എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ് ആ ഒരു റിയാക്ഷനിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ നമ്പറാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓർഡർ എന്താ പറയുന്നത്? സം പവേഴ്സ് ടു വിച്ച് ദ റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ആർ റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ ഇക്വേഷൻ. റേറ്റ് ലോ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പവേഴ്സിൻ്റെ സമ്മ്, ആ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്നത്, അതാണ് നമ്മൾ പറയുന്നത് ഓർഡറിന്. കോൺസെൻട്രേറ്റഡ് ടേംസിൻ്റെ പവർ ആഡ് ചെയ്താലാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. മോളിക്കുലാരിറ്റി എപ്പോഴും ഒന്നുകിൽ ഒരു നമ്പർ ആയിരിക്കും, 1 2 3 തുടങ്ങിയ നമ്പർ ആയിരിക്കും, 0 ആവില്ല. 0 ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലല്ലോ. അതുപോലെ അതൊരു ഓൾ നമ്പർ ആയിരിക്കും. പക്ഷേ ഓർഡർ ആണെങ്കിലോ അത് ഫ്രാക്ഷൻ ആവാം, ഓൾ നമ്പർ ആവാം, 0 ആവാം കേട്ടോ. അങ്ങനെയുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. മോളിക്കുലാരിറ്റിയുടെ പ്രത്യേകത അത് റിയാക്ഷൻ മെക്കാനിസം നോക്കിയിട്ടാണ്, നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് നോക്കിയിട്ടാണ് പറയുന്നത്. ഓർഡർ ആണെങ്കിലോ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വെച്ചാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഒബ്റ്റെയിൻഡ് ബൈ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓർഡർ ആണെങ്കിലോ ആ പവേഴ്സിൻ്റെ സമ്മ്, കോൺസെൻട്രേറ്റഡ് ടേംസിൻ്റെ പവേഴ്സിൻ്റെ സമ്മ് കണ്ടാൽ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം, അത് റേറ്റ് ലോ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇതാണ് മോളിക്കുലാരിറ്റിയും ഓർഡറും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. Next one, rate constant K for a certain reaction is K is equal to 2.3 into 10 to the power minus 5 ലിറ്റർ പെർ മോൾ പെർ സെക്കൻഡ്. ഇപ്പോൾ മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചിലർക്കൊക്കെ കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇപ്പോൾ ലിറ്റർ പെർ മോൾ എന്ന് എഴുതി ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിറ്റർ മോൾ റേസ് ടു -1 എന്ന് എഴുതാം കേട്ടോ. പെർ സെക്കൻഡ് കൂടി ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ പെർ സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എസ് മൈനസ്. ഇത് രണ്ടും സെയിം തന്നെയാണ്, എങ്ങനെ എഴുതിയാലും ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 1/s എന്ന് പറയുന്നതാണ് എസ് റേസ് ടു -1 എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ മൈക്രോബയോളജിക്കാരൊക്കെ എക്സാം എഴുതുന്നതുകൊണ്ട് അവർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ടേംസൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓർഡറാണ് നമ്മളോട് അല്ലേ, ഓർഡർ ഓഫ് ദ റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കെ വാല്യൂ തന്നിട്ടുണ്ട്, ആകെ കെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞു കോൺസെൻട്രേറ്റഡ് ടേംസിൻ്റെ പവറിൻ്റെ സമ്മ് എടുത്തിട്ടാണ് ഓർഡർ കാണുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും തന്നിട്ടില്ല, ആകെ കെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ കെ വാല്യൂയുടെ കൂടെ നമുക്ക് എന്തുണ്ട്, യൂണിറ്റ് ഉണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ യൂണിറ്റ് ഉണ്ട്. യൂണിറ്റിന് ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റിന് വേറെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഒരു യൂണിറ്റ് ആയിരിക്കും, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ വേറൊരു യൂണിറ്റ് ആയിരിക്കും, തേർഡ് ഓർഡർ ആണെങ്കിൽ വേറൊരു യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് ഓർഡറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട് ഓർഡർ ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ. അതാണ് മോൾ റേസ് ടു 1 - n L റേസ് ടു n-1 S റേസ് ടു -1. മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ 0 ഓർഡർ ആദ്യം എടുക്കാം. 0 ഓർഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ 0 ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കില്ലേ. അപ്പോൾ ഇതിൽ മോൾ റേസ് ടു 1 - 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെ അല്ലേ. ഇനി L റേസ് ടു 0 - 1, അപ്പോൾ L റേസ് ടു -1. എസ്സിന് പിന്നെ ഇതൊന്നും ബാധകമല്ല, -s. ഇത് 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ എങ്ങനെ പറയാം, 0 ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും 0 ഓർഡർ. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, മോൾ റേസ് ടു 1 - 1 0. അപ്പോൾ മോൾ എന്തായി, 0 ആയിപ്പോയി, അപ്പോൾ അതില്ല അല്ലേ. പിന്നെ L റേസ് ടു 1 - 1 അതും 0 ആയി. അപ്പോൾ എന്തായി, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും, S-1 ആയിരിക്കും. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ മോൾ റേസ് ടു 1 - 2 വരും. അതായത് ഇവിടെ പെർ മോൾ വരും, ഇവിടെ L റേസ് ടു 2 - 1. അപ്പോൾ L ആദ്യം വരും, ലിറ്റർ പെർ മോൾ
പെർ സെക്കൻഡ്. ഇതാണ് സെക്കൻഡ് ഓർഡറിൻ്റെ വരിക. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. 0 ഓർഡർ ആണെങ്കിൽ ഇങ്ങനെയും വരും. അപ്പോൾ ഈ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏത് ഓർഡറാണെന്ന് മനസ്സിലാവും. അതറിയണമെങ്കിൽ ഈ ജനറൽ ഫോമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 4th ഓർഡർ ആയിക്കോട്ടെ 5th ഓർഡർ ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് ഈ ജനറൽ ഫോമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജൂൾ തോംസൺ എക്സ്പാൻഷൻ ഈസ് ഓപ്ഷൻസ് ഐസോബാറിക്, ഐസോ എൻതാൽപിക്, ഐസോതെർമൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ജൂൾ തോംസൺ എക്സ്പാൻഷൻ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. അപ്പോൾ അത് ഏതിലാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐസോ എൻതാൽപിക് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ജൂൾ തോംസൺ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടേം എന്താണ് ഐസോബാറിക്കിൻ്റെ പ്രത്യേകത ഓരോന്നും നിങ്ങൾ അറിയണം. അത് പലപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ജൂൾ തോംസൺ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഐസോ എൻതാൽപിക് ആണ്. ഇനി ഈ ഐസോ എൻതാൽപിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഐസോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഐസോ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അവിടെ എൻതാൽപ്പിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ എൻതാൽപ്പി. മനസ്സിലായോ? അതാണ് ഐസോ എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതായത് എൻതാൽപ്പി അതൊരു കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും. അതുപോലെ ഐസോ തെർമൽ ആണെങ്കിൽ ഇറ്റ്സ് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിന് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരില്ല. ഇനി ഐസോബാറിക് ആണെങ്കിലോ, ഐസോബാർ എന്നൊക്കെ പറയുന്നത് പ്രഷറിനെ അല്ലേ, അപ്പോൾ പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഐസോകോറിക് ആണെങ്കിൽ വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രഷറും വോളിയം എപ്പോഴും ചോദിക്കും. ഐസോകോറിക് എന്താണ്, ഐസോബാറിക് എന്താണെന്നൊക്കെ. ഓക്കെ, വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അഡിയാബാറ്റിക് ആണെങ്കിലോ അവിടെ നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, സിസ്റ്റത്തിലേക്ക് നിന്ന് സറൗണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ ഒന്നും അവയ്ക്കിടയിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് നടക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഹീറ്റാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ്സ്. അടുത്തത് എൻട്രോപ്പിക് പ്രോസസ്സ്. ഐസോ എന്ന് ഇവിടെ പറയില്ല കേട്ടോ, ഐസോ അല്ല, ഐസ് എൻട്രോപ്പിക് പ്രോസസ്സ് എന്നാണ് പറയുക. ഐസ് എൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത ഇത് റിവേഴ്സിബിളും ആണ് അഡിയാബാറ്റിക്കും ആണ്. ബോത്ത് കണ്ടീഷൻസും ഇതിനൊക്കെയാണ്, ബോത്ത് അഡിയാബാറ്റിക് ആൻഡ് റിവേഴ്സിബിൾ. അപ്പോൾ ഇവിടെ നോ ഹീറ്റ് എൻറ്റേഴ്സ്, മനസ്സിലായോ? നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ഒപ്പം ഇത് എന്താണ്, റിവേഴ്സിബിൾ ആണ്. അപ്പോൾ അതാണ് ഐസ് എൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അത് പലർക്കും അത്ര പരിചയം ഉണ്ടാവില്ല, ഇതൊക്കെ നോർമലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഭംഗിയായി തന്നെ എല്ലാവരും പഠിക്കുക. എനിക്കറിയാം ഇതുകൊണ്ടൊന്നും നമ്മുടെ ചാപ്റ്റർ കവർ ആവുന്നില്ല, ഒരുപാട് നമുക്ക് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ഇതുപോലെ പഠിക്കുക. ഓരോ മൊഡ്യൂളും എടുത്തിട്ട് സിലബസ് കംപ്ലീറ്റായി കവർ ചെയ്യണ രീതിയിൽ PYQs ഇടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതൊക്കെയാണ് എനിക്കുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.